എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അനു ആൻഡ് മീയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പടവലങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണേ. പടവലങ്ങയുടെ മോൾ ഭാഗത്തുള്ള തൊലിയൊക്കെ നന്നായൊന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ കുരുവൊക്കെ ഒന്ന് നീക്കം ചെയ്യുക. ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കത് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ പടവലങ്ങ അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഒരു ചട്ടിയിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2 വറ്റൽമുളക് നെടുകെ കീറിയത് ചേർക്കാം. ഒരു 2 പച്ചമുളക് കൂടെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഒരു സവാള, ചെറിയൊരു സവാള. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറമൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റാം. അതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് ഉപ്പേരിക്ക് ആവശ്യമായ അളവിന് ചേർക്കുക. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമ്മളിവിടെ നുറുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പടവലങ്ങ അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ. പടവലങ്ങ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മളത് മുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വേവാൻ അധികം ടൈമൊന്നും വേണ്ടി വരില്ല. പിന്നെ നല്ലപോലെ കഴുകി വെള്ളത്തിൽ നിന്ന് നമ്മളങ്ങനെ എടുത്തിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഓൾറെഡി കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് ഇതിനകത്തോട്ട്. പിന്നെ നമ്മൾ മൂടി വെച്ച് അടച്ചു വയ്ക്കുമ്പോൾ ആവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിലൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊരു മൂടി ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇടയിൽ 2 തവണ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ട് നമ്മുടെ പടവലങ്ങയൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കൈപ്പിടി അളവിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് നാളികേരം ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുക. നാളികേരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അവസാനം ഈ തേങ്ങ കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രുചികരമായ പടവലങ്ങ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിനോ ചപ്പാത്തിക്കോ എന്തിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും പുതിയ നാടൻ റെസിപ്പിയുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.